എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അതായത് എന്താ പറയുക, നമ്മളുടെ കംഫർട്ടിനനുസരിച്ച് നമ്മുടെ വീട്ടിൽ ഒരാളെ പോലെ നമ്മളിവിടെ ഇതായി അല്ലേ. അതിന് ഒത്തിരി നന്ദി, താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളൂ. അതായത് ഞാൻ വീണ്ടും പറയണു, കോണ്ടാക്ട് ചെയ്യേണ്ടവര് ഇൻസ്റ്റാഗ്രാമിൽ ഇതാക്കുക. ഇവരുടെ ഇൻസ്റ്റാഗ്രാം വഴി ഞാൻ ടാഗ് ചെയ്യുന്നതായിരിക്കും. ഞാൻ പറഞ്ഞു നല്ല ഒരു ഇതാണ്, അത്രയേ ഉള്ളൂ. എനിക്ക് അത്ര പെട്ടെന്ന് അത്ര ഇഷ്ടപ്പെടാത്ത ഒരാളാണ്. അപ്പോൾ ഒരു ഇതായത് കൊണ്ട് സൗണ്ടേ അപ്പോൾ അതുകൊണ്ട് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരിതാണ്. നമുക്കനുസരിച്ച് നമ്മുടെ ഇതിനനുസരിച്ച് ഇതാവും. അതുകൊണ്ട് മാക്സിമം നിങ്ങൾക്ക് വേണമെന്നുള്ളവർ കോണ്ടാക്ട് ചെയ്യാം. ഓക്കെ, ഇനി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളൂ. എന്താ പറയാ, അവർക്ക് നല്ല കംഫർട്ടായിട്ട് ആണോ? പിന്നെ ഈ ഫ്ലവർ കൂട്ടണോ? വേണ്ട, ഇടാൻ മാത്രം. അമ്മേ അതാരത്? പാട്ടൊക്കെ ഒന്ന് ഓഫ് ചെയ്യൂ, കോപ്പിറൈറ്റ് കിട്ടും. ഇതിന് എനിക്ക് വോയിസ് കൊടുക്കാൻ പറ്റില്ല. യൂട്യൂബറാണോ? ചെറിയ രീതിയിൽ. ഹലോ ഗായ്സ്, അപ്പം നമ്മൾ എന്താ പറയുക, മെഹന്തി ഇടുകയാണ്. ഞാൻ ഒത്തിരി എന്താ പറയുക, മെഹന്തി കുറേ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ആരുടെയും അത്ര ഇഷ്ടപ്പെട്ടില്ല. ഇവരുടെ ഒരു ഇത് കണ്ടപ്പോൾ, എന്തായിരുന്നു ഇവരുടെ പേര്? ഷെജൂസ് മെഹന്തി കേട്ടോ. അപ്പോൾ എനിക്ക് ഇവരുടെ ഫസ്റ്റത്തെ ഒരു വീഡിയോ കണ്ടപ്പോൾ തന്നെ ഞാനത് ഫിക്സ് ചെയ്തു. അങ്ങനെയാണ് നമ്മൾ ഇതിലോട്ട് ഇതായത്. പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ മെഹന്തി ഇടുന്നത്. ഇതുവരെ മെഹന്തി ഇട്ടിട്ടില്ല. അപ്പോൾ അതിപ്പോൾ മാരേജിനായിട്ടാണ് മെഹന്തി ഇടുന്നത്. അപ്പോൾ നമുക്ക് ബാക്കിയൊക്കെ ഇനി കുറേ കഴിഞ്ഞിട്ട് കാണാം. ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അങ്ങനെ എടുക്കുന്നേ ഉള്ളൂ. ഇങ്ങനെയല്ല, അങ്ങനെ നമ്മുടെ മെഹന്തി ഇതാ ഇങ്ങനെ ഇട്ടിട്ട് കൊണ്ടിരിക്കുന്നു. എന്താ രസം. എന്തായാലും ഇത് എത്ര മണിക്കൂറാവും ഇവിടെ? ഇത് ഇട്ട് കഴിയാൻ എന്തായാലും ഒരു 2 hours മുകളിലാവും. 2 hours മേലെയാവും. സത്യം പറഞ്ഞാൽ ഞാൻ മെഹന്തി ഇടണമെന്നൊന്നും പ്രതീക്ഷിച്ചതല്ല കേട്ടോ. പക്ഷേ എന്താ പറയുക, എന്നും ഓർത്തിരിക്കാനും അല്ലെങ്കിൽ കുറേ ഫോട്ടോസുകളും വീഡിയോസുകളൊക്കെ നമുക്ക് കിട്ടുന്ന സമയത്ത് അതിൽ കുറച്ച് ഭംഗി കൂടിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് മെഹന്തി. ഓൾറെഡി നമ്മൾ ചെന്നൈയിൽ നിന്ന് തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ എന്താ പറയുക, ജെൽ പോളിഷാണ് കയ്യിലിട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നെയിലിൻ്റെ ജെൽ പോളിഷ് വന്നിട്ട് ഞാൻ എപ്പോഴും പോകാറുള്ള പോലെ തന്നെ ടോണി ആൻഡ് ഗെയിനാണ് വടവഴി നിന്നിട്ട് വന്നത് കേട്ടോ. അപ്പോൾ അതിന് മാച്ചായിരിക്കുമല്ലോ. ഫസ്റ്റ് ഇട്ട സമയത്ത് എല്ലാവരും പറഞ്ഞു, അയ്യോ ഇത് എന്താ ഈ കളർ സെലക്ട് ചെയ്തേ, വേറെ ഏതെങ്കിലും കളർ സെലക്ട് ചെയ്യാതെ. കാരണം അവർക്ക് ആർക്കും അറിയില്ലല്ലോ അതിൻ്റെ ഇതെന്താ. അപ്പോൾ മെഹന്തി ഇതിട്ട് വരുന്ന സമയത്ത് കൈ കണ്ടപ്പോൾ എല്ലാവരും പറഞ്ഞു കേട്ടോ, ഇപ്പോൾ നെയിൽ പോളിഷ് കാണാൻ നല്ല ഭംഗിയുണ്ട് എന്നുള്ളത്. അതാണ്. അപ്പോൾ നമ്മുടെ ലൈഫിൽ നടക്കുന്ന ചില കാര്യങ്ങൾ നമുക്ക് എന്നും ഓർത്തിരിക്കാനും നമുക്കതിൽ കുറച്ചുകൂടെ ഭംഗി കൂട്ടാനും അങ്ങനെയൊക്കെ അല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അങ്ങനെ മെഹന്തി ഇട്ടിട്ടേ ഇല്ല. അതുകൊണ്ട് എനിക്ക് അങ്ങനെ പെട്ടെന്നൊന്നും ഞാൻ ഒരാളായിട്ട് അങ്ങനെ അറ്റാച്ച്ഡ് ആവുന്ന ആളല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ പെട്ടെന്ന് അറ്റാച്ച്ഡ് ആയ ഒരു ഫീൽ ഉണ്ട്. ഒത്തിരി വർഷത്തെ ഒരു പരിചയം പഴക്കം എല്ലാം ഉള്ളതുപോലെ അങ്ങനെ. അപ്പോൾ വേറെന്താ പറയണേ,
വേറെ എന്താ പറയാൻ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ എന്താ പറയുക, ഒത്തിരി ഞാൻ പറഞ്ഞത് ഇപ്പോൾ എനിക്കിതിൽ ഇവരെന്നോട് ചോദിച്ചു എന്താ പറയുക വേറെ ഏതെങ്കിലും ഡിസൈൻ ഇതിൻ്റെ ഈ ഒരു ഡിസൈൻ തന്നെ മാറ്റി ഇതാക്കണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കിത് സെയിം അതേ ഇതിൽ മതി എന്ന് പറഞ്ഞു. കാരണം എനിക്കിത് പെട്ടെന്ന് ഞാൻ ഒരൊറ്റ പ്രാവശ്യം നോക്കിയുള്ളൂ. നോക്കുമ്പോൾ തന്നെ നമ്മൾ ചില വീഡിയോസൊക്കെ എടുക്കുന്ന സമയത്തായാലും നമ്മൾ ഇൻസ്റ്റയിലായാലും ഏതിലായാലും നമ്മൾ ഒത്തിരി ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് എടുക്കുമല്ലോ. അപ്പോൾ ഇതിലെനിക്ക് അങ്ങനെ സ്ക്രോൾ ചെയ്യേണ്ട ആവശ്യം ഒന്നും വന്നിട്ടില്ല. അപ്പോൾ പെട്ടെന്ന് നമ്മൾ സ്ക്രോൾ ചെയ്തപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെട്ട ആ ഒരു ഡിസൈൻ നമുക്ക് നമ്മളുടെ മനസ്സിന് ഒത്തിരി നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും നമ്മുടെ മനസ്സിന് ഓക്കെ ഇത് ഓക്കെ ആണെന്ന് പറഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് എൻ്റെ കാര്യം ആയതുകൊണ്ട് തന്നെ എനിക്കൊരു എന്തൊരു സാധനവും ഇഷ്ടപ്പെടാൻ കുറച്ച് കഷ്ടമാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് ഏതായാലും പെട്ടെന്ന് ഞാൻ അതന്നെ ഇതാക്കണം. അപ്പോൾ ഇത് ഒത്തിരി നമുക്ക് ഇവിടുന്ന് തൃശ്ശൂരിൽ നിന്നായാലും ഒത്തിരി ഇങ്ങനെ വിളിച്ചിട്ടുണ്ട്. അതുപോലെ പാലക്കാട് നിന്ന് നമ്മളൊക്കെ അറിയുന്ന ഒത്തിരി പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു ഡിസൈനൊക്കെ ഇതാക്കിയിട്ട്. പക്ഷേ എനിക്ക് ഇവർ ഒത്തിരി ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മൾ അപ്പം തന്നെ ഓക്കെ പറഞ്ഞ് ബുക്ക് ചെയ്തു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഇതാവണമെന്നുണ്ടെങ്കിൽ കേരളത്തിൽ എവിടെയും പോകില്ലടാ. കേരളത്തിൽ എല്ലായിടത്തും പോയി ഇതാക്കുന്നതാണ്. മുൻകൂട്ടി ബുക്ക് ചെയ്യണം, കാരണം അത്രയും ബിസിയാണ് ഇവർ കേട്ടോ. അത് നിങ്ങൾക്ക് ഇവരുടെ പേജ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ഇത് ഞാൻ വേറെ ഇതായിട്ടോ പ്രൊമോഷനായിട്ടോ അങ്ങനെയൊന്നും പറയുന്നതല്ല. അതുകൊണ്ട് തന്നെ ഓൾറെഡി നമ്മൾ ബുക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇതായി കഴിഞ്ഞാൽ എന്തൊരു ഇതായാലും മെഹന്തി എന്ന് പറയുന്നത് നമ്മളെല്ലാവരും എന്താ പറയുക, ഇപ്പം ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഇടുന്നത്. കാരണം എനിക്ക് അങ്ങനെ എപ്പോഴും ഇടുന്നതിനോടും താല്പര്യമില്ല. അപ്പോൾ ഈ ഒരു ഇതിന് എന്തായാലും ഇടണമെന്ന് ആഗ്രഹിച്ചിട്ട് ഓക്കെ എന്ന് അങ്ങനെ ഇതാക്കിയതാണ്. അപ്പോൾ ഇപ്പോൾ ഉള്ള ആൾക്കാരൊക്കെ ഒത്തിരി നമ്മൾ കുഞ്ഞു ഫംഗ്ഷന് പോകുമ്പോൾ പോലും നമ്മൾ മെഹന്തി ഇടുന്ന ആൾക്കാരാണ്. നമ്മുടെ നാട്ടിലും എവിടെയും ഉണ്ടാകുക. അപ്പോൾ നിങ്ങൾക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഉണ്ടാകുക. എന്താ പറയുക, അത്രയ്ക്ക് ഒരു ഇതായിട്ട് ഞാൻ പറയുന്നു. നല്ല ഇതാണ്. അതേപോലെ തന്നെ മറ്റുള്ളവരിലെ അപേക്ഷിച്ച് ചില ആൾക്കാരൊക്കെ പ്രൈസിൻ്റെ ഇതിലും ഇതൊക്കെ ഓൾറെഡി മെഹന്തി എനിക്ക് അങ്ങനെ അറിയാത്തതുകൊണ്ട് എനിക്ക് അങ്ങനെ അതിൻ്റെ ഒരു ഇത് എങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷെ എന്നാലും മറ്റുള്ളവരിലൊക്കെ അപേക്ഷിച്ച് നല്ലൊരു ഇതായിട്ട് എനിക്ക് തോന്നി. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മളിതിലെ കണ്ടില്ലേ ഫസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൻ്റെ അതും ഇതാക്കി ചെയ്യുന്നതായിരിക്കും. ആവശ്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക. അത്രയ്ക്കുള്ളൂ. കേരളത്തിൽ എവിടെ ആയാലും പോയിട്ട് കൊടുക്കുന്നതാണ്. ഇവരുടെ സ്ഥലം വരുന്നത് കുന്നംകുളത്തിൻ്റെ അടുത്താണ്. അത്രയൊക്കെ ഉള്ളൂ. ഇനി നമ്മൾ ഇട്ടിട്ട് ഫുള്ളായി കഴിഞ്ഞ ശേഷം ഞാൻ കാണിക്കുന്നതായിരിക്കും. എനിക്ക് തന്നെ എൻ്റെ കൈ കണ്ടപ്പോൾ പ്രത്യേക ഒരു ഭംഗിയായിട്ട് തോന്നിയിട്ടോ. നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്. പിന്നെ ഒന്ന് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഓർഗാനിക്കാണ് കേട്ടോ. ഒരു ഇതും കെമിക്കലോ അല്ല, ഓർഗാനിക്കാണ്. അപ്പോൾ അതിന് നമുക്ക് വിശ്വസിച്ച് നമുക്ക് ഇതാക്കാൻ പറ്റും. കാരണം ചിലത് നമ്മൾ കണ്ടിട്ടില്ലേ, ഒത്തിരി നമ്മൾ കണ്ടിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് മെഹന്തി ഇടാൻ അതുകൊണ്ടാണ് പേടി കേട്ടോ. മെഹന്തി ഇട്ടിട്ട് കൈ ഇങ്ങനെ ആവുന്നു, ഒരുപാട് ഇത് വരാറുണ്ടല്ലോ അല്ലേ. അപ്പോൾ അതൊക്കെ ഇവരുടെ ഇങ്ങനത്തെ ഓർഗാനിക് ആയതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളൊരു പ്രശ്നവും നമുക്ക് പേടിക്കുകയോ ഒന്നും വേണ്ട കേട്ടോ. നമുക്ക് വേണ്ടത് നമ്മുടെ സേഫ് ആണല്ലോ അല്ലേ. അപ്പോൾ ഇത് ഇവർ തന്നെ ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമോ, സ്കിന്നിൽ വല്ല ഇഷ്യൂസ് വരുമോ എന്നൊന്നും നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഒത്തിരി കണ്ടിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് അതുകൊണ്ടാണ് അധികവും പേടി. അത് യൂട്യൂബ് വീഡിയോ അല്ലേ, ചേർത്ത് വെക്കാൻ പറ്റില്ല. അല്ല, ചേർത്ത് വെക്കണ്ട, കുറച്ചൊന്നും കൂടെ നീക്കിയാൽ മതി. കുട്ടി ഇടുന്നത് കറക്റ്റ് ഫോക്കസ് കൊടുത്താൽ മതി. ഇനി ഞങ്ങൾ ഫസ്റ്റ് അങ്ങോട്ടും എല്ലാം മൂവ് ചെയ്തിട്ട് അവരെ മുഖം എടുക്കുക. അതേപോലെ അവിടെ നിന്ന് തിരിച്ചിട്ട് എൻ്റെ മുഖത്തേക്ക് എടുക്കുക. മിക്കവാറും ഈ ഒരു വർഷത്തോടുകൂടി മന്ത്രിസഭ KSRTC ബസ്സിൽ പെണ്ണുങ്ങൾ മാത്രമേ യാത്രയ്ക്കാൻ പറ്റില്ല. ആളുകൾക്ക് എന്താ യാത്രയില്ലേ? അവരൊക്കെ അവിടുന്ന് ഇവിടം വരെ അയാൾ പറഞ്ഞുകൊണ്ടിരുന്ന
ഓക്കെ, അപ്പോൾ നമ്മളുടെ അങ്ങനെ മെഹന്തി മൊത്തത്തിൽ ഇട്ട് കഴിഞ്ഞു, ഫിനിഷായി. ഇതാണ് ലാസ്റ്റ് ലുക്ക്. ഓക്കെ, ഇതൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക. ഓക്കെ, ഇതാ കണ്ടോ, നല്ല രസത്തിലേക്കാണ്. അപ്പോൾ എന്താ പറയുക, ഫസ്റ്റ് അവിടെ എടുത്തപ്പോൾ നേരെ ഒന്നും കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ഷെജു എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അതായത് എന്താ പറയുക, നമ്മളുടെ കംഫർട്ടിനനുസരിച്ച് നമ്മുടെ വീട്ടിൽ ഒരാളെ പോലെ നമ്മുടെ കൂടെ ഇതായി അല്ലേ. അതിന് ഒത്തിരി നന്ദി, താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളൂ. അതായത് ഞാൻ വീണ്ടും പറയണു, കോണ്ടാക്ട് ചെയ്യേണ്ടവർ ഇൻസ്റ്റാഗ്രാമിൽ ഇതാക്കുക. ഇവരുടെ ഇൻസ്റ്റാഗ്രാം വഴി ഞാൻ ടാഗ് ചെയ്യുന്നതായിരിക്കും. ഞാൻ പറഞ്ഞു നല്ല ഒരു ഇതാണ്, അത്രയേ ഉള്ളൂ. എനിക്ക് അത്ര പെട്ടെന്ന് അത്ര ഇഷ്ടപ്പെടാത്ത ഒരാളാണ്. അപ്പോൾ ഒരു ഇതായത് കൊണ്ട് സൗണ്ടേ അപ്പോൾ അതുകൊണ്ട് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരിതാണ്. നമുക്കനുസരിച്ച് നമ്മുടെ ഇതിനനുസരിച്ച് ഇതാവും. അതുകൊണ്ട് മാക്സിമം നിങ്ങൾക്ക് വേണമെന്നുള്ളവർ കോണ്ടാക്ട് ചെയ്യാം. ഓക്കെ, ഇനി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളൂ. എന്താ പറയുക, അവർക്ക് ആണോ? ഓക്കെ, താങ്ക് യു. ഇനി എന്താണ്, രേണു എവിടെ കാർത്തു അതൊന്നും പാസ് ചെയ്തു. അപ്പോൾ ഒത്തിരി ഇഷ്ടപ്പെട്ടു. എന്താ പറയുക, വേണ്ടവർ കോണ്ടാക്ട് ചെയ്യുക. വേറെ എന്താ പറയുക, കുന്നംകുളമാണ് ഇവർ കേട്ടോ. ഞാൻ ടാഗ് ചെയ്യുന്നതായിരിക്കും. പിന്നെ വേറെ എന്താണ്, അപ്പോൾ കല്യാണത്തിന് ക്ഷണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എൻ്റെ വക ഒരു കുഞ്ഞ് ഗിഫ്റ്റ് ഞാൻ കൊടുക്കാമെന്ന് വെച്ചാൽ നമുക്ക് ഒരു ഇതുണ്ടാവുമല്ലോ, ഒരു ഓർമ്മയ്ക്കായിട്ട്. ഓക്കെ, അവർക്ക് ഒരു ഓർമ്മയ്ക്ക് നമുക്കും ഒരു ഇതായിട്ട്. ഓക്കെ, അപ്പോൾ അത് ഇവിടെ വരും, കാർത്ത് കൊടുത്തിട്ട് വരുന്നതായിരിക്കും. എൻ്റെ കയ്യിൽ ഇതായത് കൊണ്ട് ഞാൻ കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു കുഞ്ഞ് ഗിഫ്റ്റ് കേട്ടോ. താങ്ക് യു, വെൽക്കം. കല്യാണത്തിൻ്റെ തലേ ദിവസമാണ് കേട്ടോ ഇത്. നമ്മൾ രാത്രി ഫുഡ് കഴിക്കാൻ വേണ്ടി പോയതായിരുന്നു. കൃഷ്ണവത്സം റെജൻസിയിലാണ് നമ്മൾ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ സദ്യ ഇവിടെ തന്നെയാണ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ 5 റൂംസ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മിനി ചേച്ചി, പ്രിൻസി ചേച്ചി, വിദ്യ, സച്ചുമോൻ, അപ്പു, അന്നമോള് എല്ലാവരും കേട്ടോ. അപ്പോൾ ഇതൊരു മെമ്മറി ആയിട്ടിരിക്കട്ടെ, അല്ലാതെ വേറെ വീഡിയോസൊന്നും നമ്മൾ എടുത്തിട്ടില്ല. വൈറ്റ് ചട്നി വേണോ?